ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. വലിയ പ്രതീക്ഷകളോടുകൂടി ഈസ്റ്റ് ബംഗാൾ കൊണ്ടുവന്ന താരമായിരുന്നു ദിമിത്രിയോസ് ഡയമൻഡക്കോസ്. പക്ഷേ ആ പ്രതീക്ഷകളോട് നീതി പുലർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ISL ഈസ്റ്റ് ബംഗാളിന് വേണ്ടി മോശം പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. മാത്രമല്ല, കഴിഞ്ഞ ഡ്യൂറൻഡ് കപ്പിൽ അദ്ദേഹം ചില അവസരങ്ങളൊക്കെ പാഴാക്കിയിരുന്നു. ഈസ്റ്റ് ബംഗാൾ അത് കാരണത്താൽ പുറത്തായതോടുകൂടി ബംഗാളിൻ്റെ ആരാധകർ തന്നെ അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ അഴിച്ചുവിട്ടു എന്നുള്ളതാണ്. പിന്നീട് ഈസ്റ്റ് ബംഗാൾ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് റദ്ദാക്കി. നിലവിൽ ദിമിത്രിയോസ് ഡയമൻഡക്കോസ് ഫ്രീ ഏജന്റ് ആണ്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തെ തിരികെ കൊണ്ടുവരുമോ? അതിനുള്ള ഒരു ചാൻസ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നിലുണ്ട്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു മികച്ച സ്ട്രൈക്കറെ ഇപ്പോൾ ആവശ്യമുണ്ട്. 2 സ്ട്രൈക്കർമാർ ക്ലബിനോട് ഗുഡ് ബൈ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ജീസസ് ജിമിനസും പെപ്രയും ക്ലബിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിദേശ സ്ട്രൈക്കറെ ക്ലബിന് ആവശ്യമുണ്ട്. ആ സ്ഥാനത്തേക്ക് വേണമെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ദിമിയെ തിരികെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം ദിമി നിലവിൽ ഫ്രീ ഏജന്റ് ആണ്. ഫ്രീ ഏജന്റുമാരായ താരങ്ങളെ സൈൻ ചെയ്യുന്നതിൽ തടസ്സങ്ങൾ ഒന്നുമില്ല എന്നുള്ളതാണ്. ദിമിയുടെയും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും ഡിമാൻഡുകൾ ഒന്നായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും അദ്ദേഹത്തിന് തിരികെ വരാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷെ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് അത്തരത്തിലുള്ള നീക്കങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല. റൂമറുകൾ ഒന്നും വന്നിട്ടില്ല. നമ്മൾ ഒരു സാധ്യത മാത്രമാണ് ഇവിടെ പറയുന്നത്. ഒരുപക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സിൽ മികച്ച പ്രകടനം നടത്തിയ ദിമിയെ തിരികെ കൊണ്ടുവരാൻ ചില ആരാധകരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടാവും. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആകെ 44 മത്സരങ്ങൾ കളിച്ച താരം 28 ഗോളുകളും 7 അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിരുന്നു. പക്ഷേ ഈസ്റ്റ് ബംഗാളിൽ 32 മത്സരങ്ങളിൽ നിന്ന് 12 ഗോളുകളും 4 അസിസ്റ്റുകളുമായിരുന്നു അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിരുന്നത്. ഏതായാലും ദിമിയുടെ ഭാവി എന്താകും എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. വേണമെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പരിഗണിക്കാവുന്ന ഒരു താരം തന്നെയാണ് ഇദ്ദേഹം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.